സ്വീറ്റ്സിന്റെ പെട്ടി. പുള്ളിക്കാരൻ്റെ ഉമ്മയും പെങ്ങന്മാരും എല്ലാവരും കൂടി ഒറ്റ ദിവസം കൂടി ചെയ്താൽ മതി. ഇതിനെന്താ പേര്? അതിന് മാസപ്പം എന്ന് പറയും. ലക്ഷദ്വീപ് സൂദന്റെ പീസ് കഴിച്ചോക്കട്ടെ. ഇപ്പൊ വേറൊരു ഗുഡ് ന്യൂസ് ഉണ്ട് ദ്വീപിലേക്ക് പോവാന്. ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ലത്തി വ്ളോഗ്സ്. ലത്തി വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് എൻ്റെ ഫ്രണ്ട് ലക്ഷദ്വീപ് വരെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. പുള്ളിക്കാരെ കുറച്ച് സ്വീറ്റ്സ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ലക്ഷദ്വീപ് സ്പെഷ്യൽ സ്വീറ്റ്സ് ആണ്. ഇന്നലെ രാത്രി ആയതുകൊണ്ട് നമ്മളതൊന്നും പൊട്ടിച്ചൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അത് പൊട്ടിക്കാമെന്ന് വിചാരിച്ച്. അത് പൊട്ടിക്കുമ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്നുള്ളതിലാണ്. എന്തൊക്കെയുള്ളത് എന്നുള്ളത്. കുറേ കാലമായി ഞാൻ ലക്ഷദ്വീപിലേക്ക് എന്നെ വിളിക്കുന്നത്, പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. ഏതായാലും സാധനം അവിടെ എത്തിയിട്ടുണ്ട്. നേരെ ലക്ഷദ്വീപ് സ്വീറ്റ്സ് പൊട്ടിക്കുന്ന കാഴ്ചകൾക്ക് പോകാം. ഓക്കെ. ലക്ഷദ്വീപിലെ സ്വീറ്റ്സിൻ്റെ പെട്ടി പൊട്ടിക്കലാണ്. ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സാധനമാണ് ആളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് മൊത്തം സ്വീറ്റ്സ്, പിന്നെ അതേപോലെ അച്ചാറ്, പിന്നെ വേറെന്തൊക്കെ സാധനം. ആ പുള്ളിക്കാരൻ കൂടി വയ്ക്കാം. വാ 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 ഇരിക്കൂ. അസ്സലാമു അലൈക്കും. ഇതാണ് നമ്മളെ ലക്ഷദ്വീപ് ഫ്രണ്ട് കേട്ടോ, മുസാദിക്ക് ഇന്നലെയാണ് വന്നത്. ലക്ഷദ്വീപിൽ നിന്ന് ഇന്നലെയാണ് വന്നത് അല്ലേ? അതെ. ആ, ഇന്റർവ്യൂല് പറയുന്ന പോലെ അതേന്നൊക്കെ അത് നമുക്കിത് പൊളിച്ചു നോക്കിയാലോ? ഉമ്മ എന്ത് പറഞ്ഞു? എല്ലാവരും സുഖം. ആള് ക്യാമറ ഓൺ ആക്കിയപ്പം ഭയങ്കര ആർട്ടിഫിഷ്യലായ മാതിരി തോന്നുന്നുണ്ടോ? ഇതൊന്ന് ഉണ്ടല്ലേ. പിന്നെ ഫോണില് ഇങ്ങനെ ക്യാമറ വീഡിയോയിലൊക്കെ വല്ലാതെ ആൾക്ക് കുറച്ചൊരു ശരിയാണ്. അതുകൊണ്ടാണ് കേട്ടോ, എന്ന് വിചാരിക്കേണ്ട. പക്ഷെ നമ്മളെന്തായാലും ലക്ഷദ്വീപിൽ പോവും. പുള്ളിക്കാരുടെ വീട്ടില് നാട്ടില് പോവും. തുറക്കും മുയ്യരാണ് ആള്. എവിടെയാണ് പഠിക്കുന്നത്? ദാലിഞ്ചോട്. ആദ്യം അവിടെ അല്ലായിരുന്നു, ആദ്യം പട്ടാമ്പിയിലായിരുന്നു. വേണ്ടിയിട്ടാണല്ലോ ഇതിങ്ങനെ ഇതല്ലേ. വലിപ്പുള്ള വെട്ടിയാണ്. പെട്ടി കുറച്ച് വലുതായോ? പൊട്ടിക്കൽ ഇത് മൊത്തത്തില് കൂടിയ പണിയാവുമോ? ഇവിടെ മാത്രം. ഒറ്റ ഒന്ന് കിട്ടുന്നില്ല. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഇട്ട. ഇതിന്റെ പേരാണ് മാസപ്പം. ഇത് നമ്മളവിടെ എന്താ പറയുന്ന അറിയാം? ഇതിന് വേറെ കോഴിയട. ഇതിന്റെ ഉള്ളിൽ എന്താ ഇടാ? കോഴി. എന്താ കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ഇതാണ് ലക്ഷദ്വീപ് എന്ന് കൊണ്ടുവന്നിട്ടുള്ള സ്വീറ്റ്സിന്റെ പെട്ടി. വാവ്, നിറയെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിനെന്താ പേര്? അതിന് മാസപ്പം എന്ന് പറയും. ലക്ഷദ്വീപ്. ഇതിന് ഞങ്ങളെ നാട്ടിൽ പറയില്ല എന്താ അറിയാം? കോഴിയട. ഇതിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? സൂത് ഉണക്കിയതുണ്ട്. അതെ. ഇത് ഇങ്ങനെ പേക്കാക്കി വെച്ചിട്ടുണ്ടല്ല. ഇത് മാസപ്പം. ഇത് മാസപ്പം. ലക്ഷദ്വീപ് പേര് പറയുന്ന മാസപ്പം. ഇത് ഞങ്ങളുടെ നാട്ടിൽ പറയല് കോഴിയട നാട്ട്. ഇതിൻ്റെ അകത്ത് കോഴി പീസ്, ചിക്കന് പൊരിച്ചതെല്ലാം വെക്കുന്നതാണ്. മറ്റെന്താ? ഇത് മീനച്ചാറ്. ഇതിങ്ങനെ പൊളിക്കുമ്പോ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ട് മീനച്ചാറ്. ഇതിന്റെ പേര് ഇതെന്ത് മീനാ? മീനച്ചാറ്. സൂതമീൻ്റെ അച്ചാറ്. ഇതൊക്കെ നല്ല പാക്കാക്കിയിട്ടുണ്ട്. അപ്പമാണ്, മധുരമുള്ളൊരു അപ്പം. ഇത് മധുരമുള്ളൊരു അപ്പമാണ്. ഇതിന്റെ പേരെന്തായിരുന്നു? തേങ്ങപ്പം ഇട്ടത്. ഞാൻ ഇപ്പൊ ഈ ഒരു ഷേപ്പില് ഇങ്ങനെ പൊട്ടിക്കാം. ഇത് ഈ സംഭവങ്ങളാണ് ഉള്ളത്. പക്ഷെ അത് കുറെ ഐറ്റംസ്, കുറെ കൗണ്ട് ഉണ്ട്. ഇതും അച്ചാർ തന്നെയല്ലേ? സെയിം അച്ചാർ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ. ആദ്യം നമുക്ക് ഇത് എരിവുള്ളതല്ലേ?
പുള്ളിക്കാരൻ ഇവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ ദർസിൽ. അതെ. അതെ സൂപ്പറാ, നല്ല സൂപ്പറാ. അടിപൊളിട്ടോ സാധനം. നമ്മളെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന അറിയില്ല സത്യത്തിൽ. ഇതെന്തായിരുന്നു, ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് അറിയാം. നമ്മൾ അജൂർ ഉണ്ടാക്കുന്നില്ല, അജൂറല്ല, എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിയുടെ ഉണ്ടാക്കുമ്പോൾ കോഴീൻ്റെ പീസ് ചെറുതാക്കി ഇങ്ങനെ ആക്കിയിട്ട് അതിങ്ങനെ എന്താ പറയുക ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വെക്കലാണ്. അതേപോലെ ഈ സൂത പൊരിക്കുമോ? സൂത ഉണക്കിയതല്ല അത്, സംഭവം രസമുണ്ട് കേട്ടോ. ചില ഇമ്മ മിനിയാന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിന്, 2 ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ സംസാരിച്ചിട്ട് എന്നോട് ചോദിച്ചു എന്താണ് മോന് വരുമ്പോൾ കൊടുത്ത് വിടണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ടാന്നാണ്. അപ്പം ഇങ്ങനെ നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു കുറച്ച് എന്തെങ്കിലുമൊക്കെ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഇപ്പം തന്നെ തീർക്കും തോന്നുന്നത്. അടുത്ത പൊട്ടിക്ക്, അടുത്ത പൊട്ടിക്കുന്നു. അടുത്തതായി നമ്മൾ പൊട്ടിക്കാൻ പോണ ഐറ്റംസിന്റെ പേരാണ് എന്താ തേങ്ങാപ്പം. ഞാൻ തേങ്ങാപ്പം എന്ന് വിചാരിച്ചാൽ വലിയ ഈ പത്തിരി ഇല്ലേ അതേമാതിരത്തെ സംഭവമാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. തേങ്ങാപ്പം ഇങ്ങനെ ആൾ പറയുമ്പോൾ തേങ്ങാപ്പം എന്ന് പറഞ്ഞാൽ ഈ ഒരു സോസേജ് കത്തിയിട്ടൊക്കെ പൊട്ടിക്കുന്ന തേങ്ങയാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കുക? നല്ല സോഫ്റ്റ് ആണ്ടത്. ഞാൻ വിചാരിച്ചു ഭയങ്കര ഹാർഡാവും, ഇങ്ങനെ അടിച്ച് ക്രീറുന്നാവുന്നു. അങ്ങനെ ആവുന്നതല്ലേ? അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഇത്. തേങ്ങ എന്ത് പൊടിയാ? ഇത് എന്ത് പൊടിയാ? പുള്ളിക്കാരനെ അറിയില്ല കേട്ടോ. പുള്ളിക്കാരൻ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല. ഇതുണ്ടാക്കിയിട്ടുള്ളത് പുള്ളിക്കാരൻ്റെ ഉമ്മയും പെങ്ങന്മാരും എല്ലാവരും കൂടി ഒറ്റ ദിവസം കൂടി ചെയ്താൽ മതി. പിന്നെ അതേപോലെ ഇനി ഈ അച്ചാറൊന്ന് ടേസ്റ്റ് ചെയ്യണം. അച്ചാർ എന്താ അച്ചാറാ? സൂതമീൻ അച്ചാറുണ്ടാ? രസമുണ്ട് സംഭവം, രസമുണ്ട്. വളരെ സോഫ്റ്റായിട്ട് നല്ലൊരു ഇതിങ്ങനെയൊക്കെ ഷേപ്പൊക്കെ ആക്കിയിട്ടാണ് ചെയ്യല്ലേ? ഉരുട്ടി ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ടാണ് അവർ ചെയ്തിട്ടുണ്ട്. മൂപ്പരാട് നമ്മുടെ നാട്ടിലാണ് കേട്ടോ പഠിക്കുന്നത്. ആദ്യം പട്ടാമ്പിയിലായിരുന്നു. പുള്ളിക്കാരന് നമ്മളെ നാട്ടിൽ തന്നെയാണ് പഠിക്കുന്നതല്ലോ. നമ്മളെ നാട്ടിലാണ് പഠിക്കുന്നത്, മലപ്പുറത്ത് ചെമ്മാടാണ് കേട്ടോ. ചെമ്മാട് ദാറുൽ ഹുദൻ്റെ അടുത്തൊരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ പേരെന്ന് പറയൂ? ആലിഞ്ചോട് ജുമാ മസ്ജിദ്. ആലിഞ്ചോട് ജുമാ മസ്ജിദിൽ ദറസിലാണ് ആള്. ഒരുപാട് വർഷമായി നമ്മളെ കേരളത്തിലായിട്ട്. ഇത് പൊട്ടിക്കാൻ കത്തി വേണം. അപ്പം നമുക്ക് ഈ അച്ചാർ പൊട്ടിച്ചു നോക്കാം. സൂതച്ചാർ ഇട്ടാ. സൂതച്ചാർ പൊട്ടിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ ഇത് മുറിച്ചില്ല. ഓ അച്ചാർ എണ്ണ ഇതിൻ്റെ സാധനം സൂതോടെ ഒറ്റ ഓ ചെറുതായിരുന്നു നല്ലത്. കയറുന്നില്ല, കയറിയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. സൂതച്ചാറ് ഇത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
തിന്നത് ഉം. അതന്നെ ഇതെന്താ എന്താ കാണാൻ പറ്റുന്നുണ്ടോ? കയ്യിലെടുത്ത് കാണിച്ചെടുത്തത് ഒന്ന് നോക്കട്ടെ. തിന്നത് തിന്നത് ഇതിങ്ങനെ പീസാക്കിയല്ലേ? ചെറിയൊരു കഷ്ണമാക്കി ഇട്ടു ഈ വെയിറ്റിൽ തിന്ന് നോക്കിയാൽ അത് നോക്കിയാൽ അടിപൊളി. തിന്നത് തിന്നത് ഇതാണ് സൂതട്ടം. സൂതിൻ്റെ പീസ് കഴിച്ചു നോക്കട്ടെ. സൂപ്പർ, അടിപൊളി അടിപൊളിയാണ്. താങ്ക്സ് ഉമ്മ. അതിൻ്റെ ഒരു പെങ്ങളുണ്ട്, അവളിത് കണ്ട ഒറ്റ ദിവസം കൊണ്ട് തീർക്കും. രാവിലെ തന്നെ അച്ചാർ മൊത്തം അടിച്ചു വിടുന്ന തോന്നുന്നു. ഞാൻ സൂതിൻ്റെ അച്ചാർ മുന്നേ ഇല്ല കഴിച്ചിട്ടില്ല, വേറൊരു അച്ചാർ കഴിച്ചിട്ടുണ്ട് മീനിൻ്റെ തന്നെ. പക്ഷെ ഇതാദ്യമായിട്ടല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. വലിയ അച്ചാർ പൊതുവെ എല്ലാത്തിലും ഭയങ്കര എരിവ് ഉപ്പുണ്ടാവും. പക്ഷെ അതിനങ്ങനെ ഉപ്പില്ല കേട്ടോ. ഇത് ഉണക്കലാണോ സാധാ മീനല്ലേ? ഇത് മീൻ മുറിച്ചിട്ട് പൊരിച്ചിട്ട് ഉണക്കാ തോന്നുന്നു. സാധാ മീൻ മുറിച്ചിട്ട് പൊരിച്ചിട്ട് പൊരിച്ചിട്ട് ഉണക്കേ പൊരിച്ചിട്ട് ഇത് അങ്ങനെയല്ല കേട്ടോ. ഇങ്ങനെ പൊരിച്ചിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെയല്ല, അങ്ങനെ തന്നെ പുള്ളി പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ കേട്ട് മാറിപ്പോയത്. അപ്പം പക്ഷെ ഇത് ഫുള്ളറിയണം ഉമ്മയോട് ചോദിച്ചോ. ഇതെന്തായാലും ഉമ്മാക്കൊരു കോൾ ചെയ്യേണ്ടിന്ന്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നാട്ടിൽ പോയിട്ട് ഇൻഷാല്ലാ ഈ ഒരു സൂത അച്ചാറുണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യും വീട്ടിലെ. അപ്പം സൂത അച്ചാറ് അടിപൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. കുറേ ഈ സാധനം തന്നെ കുറേ ഉണ്ട് കേട്ടോ. പുള്ളിക്കാരൻ്റെ ദർസിൽ കൊടുക്കാൻ കുട്ടികൾ പറഞ്ഞിട്ട് അതും ഉണ്ട് കേട്ടോ. ഇതിൽ ഉസ്താദിനൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ഉസ്താദിൻ്റെ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ, ടെൻഷനാവണ്ട. പിന്നെ അപ്പോൾ ഇതാണ് ലക്ഷദ്വീപിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുള്ള സ്വീറ്റ്സ്, അച്ചാർ കാര്യങ്ങളെല്ലാം. ഈ ഒരു ഇതെല്ലാം ഇവരവിടെ വീട്ടിൽ ഇവരമ്മ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് നാടൻ കടികളൊക്കെ ഉണ്ടാക്കുന്നത് വേറെ കുറേ അവിടുത്തെ സ്പെഷ്യൽ നാടൻ കടികൾ അല്ലേ, ലക്ഷദ്വീപ് നാടൻ കടികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടത്. അപ്പം ഈ നാടൻ കടികൾ ഉണ്ടാക്കുന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോഴാണ് പുള്ളിക്കാരനെ പറഞ്ഞൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നോട് ആകെ ചോദിച്ചിട്ടുണ്ട്, മോനെ എന്താണ് കൊടുത്തു വിടണ്ടേ, മോന് വരുമ്പോൾ എന്താ കൊടുത്തു വിടണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടും ഉമ്മ സമ്മതിച്ചിട്ടില്ല. രാവിലെ തന്നെ അച്ചാർ ഇങ്ങനെ കൂട്ടിയ പണിയാവും കേട്ടോ. ഇത് വലിയ ഇതില്ല കേട്ടോ, ഉപ്പില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് പൊതുവേ എല്ലാ അച്ചാറും നല്ല ഉപ്പുണ്ടാവില്ല, ഉപ്പും പുളിയും ഓവറാവും. ചോറിന് കഴിച്ചിട്ട് കഴിക്കാം. ഇത് ശരിക്കും ചോറിൻ്റെ കൂടെ കറി ഇല്ലയെന്നുണ്ടെങ്കിൽ കഴിക്കുന്നൊരു സംഭവമാണ്. ഇത് അച്ചാറിന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതിലൊക്കെ കഴിക്കില്ല. പൊറോട്ട അങ്ങനത്തെ എല്ലാം കഴിക്കുന്നതാണ് പറഞ്ഞത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഉമ്മ ഈ സാധനം ഉണ്ടാക്കി ഇങ്ങോട്ട് വിട്ടിപ്പം നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളിതിങ്ങനെ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. അല്ലേ, ഉമ്മ ആൾ ഭയങ്കര ഷൈയാണ് ആൾ. പക്ഷെ ആദ്യം ഫസ്റ്റ് ടൈം ഒന്നും ഇന്നിട്ട് അങ്ങനെ സംസാരിക്കില്ലായിരുന്നു. ഇപ്പോൾ ഫോൺ വിളിച്ചാലൊക്കെ വീഡിയോ കോളൊക്കെ രാത്രി വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സംസാരിച്ച അന്നാണ് മിനിയാന്നാണ് അന്നല്ലേ ഒരാഴ്ച ഉണ്ടാവില്ല അപ്പോൾ ഒരാഴ്ച മുന്നെയാണ് അപ്പം എന്നോട് പറഞ്ഞത് ഇത് കൊണ്ടിട്ട് അത് തീർക്കുന്നോ തോന്നുന്നത് ഈ സാധനം. നമ്മളോട് ഈ വർഷം തന്നെ ദ്വീപിലേക്ക് ചെല്ലാനാണ് പറയുന്നത്. ഇപ്പോൾ വേറൊരു ഗുഡ് ന്യൂസ് ഉണ്ട് ദ്വീപിലേക്ക് പോകാൻ. എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കേൾക്കട്ടെ. ദ്വീപിൽ പോകാൻ പണ്ട് ഭയങ്കര നൂലാമാലകളായിരുന്നു. അതുകൊണ്ട് തന്നെ
ഇവരെ നാട് കാണാനും എല്ലാവരും ഇങ്ങനെ ആഗ്രഹിച്ച് ഇരിക്കുക എന്നല്ലാതാണ്ട് എത്തലില്ല. ഞാനും ഒരുപാട് കാലമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് തുഫൈൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, പണ്ട് ഏതോ ദ്വീപിലാണ്. അന്ന് പുള്ളിക്കാരൻ്റെ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് എന്നെ വിളിച്ചിട്ടുണ്ടായിന്, പെങ്ങളെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിന്. ഒന്നും പോകാൻ പറ്റിയിട്ടില്ല, ഇതേപോലത്തെ കുറേ നൂലമാലകൾ ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഗുഡ് ന്യൂസ്, PCC വേണ്ട അല്ലേ? ഒരു വർഷമായി കണ്ടിട്ടിപ്പോൾ. ഒരു വർഷമില്ല, 2 വർഷമായി തോന്നുന്നു. അപ്പോൾ PCC വേണ്ട. അപ്പോൾ PCC ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇവർ പോണ പോലെ തന്നെ ടിക്കറ്റ് എടുത്താണ്ട് പോവാം. ഈ കപ്പൽ, ബസ്സിൽ, ഷിപ്പ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്ത് ഗുഡ് ന്യൂസ് വേറെ ഉണ്ട്. 3000 രൂപ. ബേപ്പൂരിൽ നിന്ന് പോകാനാണെന്നുണ്ടെങ്കിൽ 3000 രൂപ. കൊച്ചിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഷിപ്പിന് 410. ഷിപ്പിന് 410 എന്നാണ്. നല്ല രസമുണ്ട് ടച്ചറ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവർക്കും ലക്ഷദ്വീപ് പോവാം, അവരെ നാട് കാണാം, അടിച്ച് പൊളിച്ച് പോരാം. നമ്മളേതായാലും ഫസ്റ്റ് ഒന്ന് പോയി വരട്ടെ. ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നേ ഒരു GoPro ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ മുങ്ങി വീഡിയോ എടുക്കണ്ടേ, സ്കൂബ ഡൈവിങ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇവരെ ദ്വീപ് ഏതാണെന്നറിയാം, അഗത്തിയാണ് കേട്ടോ. അഗത്തി ഐലൻഡിലാണ് പുള്ളിക്കാരൻ്റെ വീട് വരുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ ലക്ഷദ്വീപിലുള്ള ഫ്രണ്ട്സുകൾക്കും പുള്ളിക്കാരൻ്റെ ഉമ്മാക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നെ വിളിക്കുക. മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ.